ഇവിടെ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയ വിഷയം അത്തായിബൂൻ, തൗബ ചെയ്യുന്നവർ, എപ്പോഴും അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങുന്നവർ. അൽ ആബിദൂൻ, ഇബാദത്തുകൾ നിർവഹിക്കുന്നവർ. യജമാനനായ റബ്ബിന്റെ വെള്ളവും ഭക്ഷണവും കഴിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. കാരണം അങ്ങേയറ്റത്തെ നന്മ ചെയ്യുന്നവൻ അള്ളാഹുവാണ്. മറ്റുള്ളവർ പലരും നമുക്ക് നന്മ ചെയ്യുന്നവർ ഉണ്ടാകാം, പക്ഷേ അത് അങ്ങേയറ്റത്തെ നന്മയല്ല. ഗായത്തുൽ ഇൻആം, അങ്ങേയറ്റത്തെ നന്മ. അങ്ങേയറ്റത്തെ നന്മ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വിഷയങ്ങളും യഥാർത്ഥത്തിൽ നൽകുന്നവൻ, സൃഷ്ടിച്ചു തരുന്നവൻ അവനാണ് അല്ലാഹു തആല. അവൻ ഒരാളെ മനസ്സിൽ ഒരു നല്ല കാര്യം ഓർമ്മിപ്പിച്ചു കൊടുക്കാതെ, അവൻ ചിന്തിപ്പിക്കാതെ അദ്ദേഹത്തിന് ആ നല്ല കാര്യം ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്തുവെങ്കിൽ ആ ഉപകാരത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആ ഉപകാരം ചെയ്യണമെന്ന മനസ്ഥിതി അദ്ദേഹത്തിന് കൊടുത്തത് അല്ലാഹുവാണ്. ഇനിയോ അവൻ തരാനുള്ള ആ പ്രവർത്തനം സൃഷ്ടിച്ചവനും അല്ലാഹുവാണ്. അതെ, അവൻ തന്നത് എന്താണോ അതിനെ പഠിച്ചവനും അല്ലാഹുവാണ്. ആകയാൽ ആ കിട്ടിയ കാര്യം ഉപകാരത്തിലാക്കി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖും കഴിവും തരേണ്ടവനും അല്ലാഹുവാണ്. ആകയാൽ പടച്ച റബ്ബിൽ നിന്നല്ലാതെ എന്ത് അനുഗ്രഹമുണ്ടെങ്കിലും അത് അള്ളാഹുവിങ്കിൽ നിന്നാണ്. ഇത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ആ അള്ളാഹുവിന് അവൻ അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവനാണെന്നതിനാൽ അങ്ങേയറ്റത്തെ താഴ്മ ചെയ്യാനും അർഹതയുള്ളവൻ അള്ളാഹുവാൻ. അങ്ങേയറ്റത്തെ താഴ്മ ചെയ്യുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാപ്പ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ അത് ഇബാദത്താവൂല. കാരണം അത് ബാപ്പാനെ ബഹുമാനിച്ചാണ്. ബാപ്പയിൽ നിന്ന് ഒരുപാട് ഗുണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉമ്മ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ അത് സുന്നത്താണ്, പുണ്യകർമ്മമാണ്. അത് ഉമ്മാക്ക് ഇബാദത്താവൂല, ആരാധനയാവൂല. ഇതുപോലെ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചാൽ അതവന് നന്മയാണ് എന്ന് ഖുർആൻ പറയാൻ. അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ അതിന് ഇബാദത്താവൂല. അള്ളാഹ് ബഹുമാനിച്ചു എന്ന നിലക്ക് നമ്മൾ ബഹുമാനിക്കുകയാണ്. നമ്മൾ മഹാന്മാരുടെ ജാറത്തിങ്കിൽ പോകാറുണ്ട്, ആ മഹാന്മാരെ സിയാറത്ത് ചെയ്യാറുണ്ട്. അവരുടെ ജാറത്തിങ്കിൽ നമ്മൾ വളരെ ആദരവോടെ പോയി നിൽക്കാറുണ്ട്. കാരണം ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഒരുപോലെയാണ് അവരോട് പെരുമാറേണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ പോകുമ്പോഴേക്ക്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച വല്ലതിനെയും, വ്യക്തികളെയും, വസ്തുക്കളെയും നമ്മൾ ബഹുമാനിക്കുമ്പോഴേക്ക് ആരാധനയാവില്ല. നമ്മുടെ ഒരു മുസ്ഹഫും എടുത്ത ഒരാൾ വരുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. പ്രായമുള്ളവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. പണ്ഡിതന്മാർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. സയ്യിദന്മാരെ കാണുമ്പോൾ അവരെ കൈപിടിച്ച് ചുംബിക്കാറുണ്ട്. അതൊന്നും അവർക്ക് ഇബാദത്തല്ല. ഞാൻ ഓർക്കുകയാണ്, മുജാഹിദിന്റെ ശബാബ് വാരികയിൽ ഒരിക്കൽ എഴുതുകയുണ്ടായി, അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരക്കുട്ടികൾ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതേ അവിടുത്തെ കുടുംബത്തിന് ഒരു പ്രത്യേകതയും ഇല്ല, യാതൊരു പ്രത്യേകതയും ഇല്ല. തങ്ങൾ സയ്യിദ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ല. ശബാബ് ഇപ്പോഴും എൻ്റെ വണ്ടിയിൽ തന്നെ കാണും അതിന്റെ കോപ്പി. അങ്ങനത്തെ യാതൊരു ബഹുമാനവും തങ്ങന്മാർക്കില്ല. അങ്ങനെ തങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തങ്ങളല്ല. സയ്യിദ് എന്ന് നബി സല്ലല്ലാഹു തങ്ങൾക്ക് പോലും ഒരു സ്ഥാനമില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ ആശയങ്ങൾ പറഞ്ഞിട്ട് ഈ തങ്ങന്മാരെ ആരാധിക്കുകയാണ് ജനങ്ങൾ. അവരുടെ കൈപിടിച്ച് ചുംബിക്കുകയാണ്. അങ്ങനെ ചുംബിക്കുന്നത് ശിർക്കാണ് എന്ന് മുജാഹിദിന് വിശ്വാസമുണ്ട്. പക്ഷേ ആ ശിർക്ക് ഇപ്പോൾ മുജാഹിദുകൾ പല സ്ഥലത്തും ചെയ്തു വരുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അവർക്ക് ഇപ്പൊ എന്തുണ്ടെങ്കിലും തങ്ങന്മാരെ കിട്ടണം, അങ്ങനെയാണ് അവരുടെ ആശയം. തങ്ങന്മാരെ ബർക്കത്തില്ലാതെ ഒന്നും പറ്റൂല എന്നുള്ളതിനാണ് ഇപ്പൊ മുജാഹിദുള്ളത്. നമ്മുടെ പ്രവർത്തനത്തിന്റെ വിജയമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ തങ്ങന്മാരെ ബഹുമാനിച്ചാൽ ശിർക്കാണ് എന്ന മുജാഹിദിന്റെ ആശയം. ഇതേപോലെ ആ കൈകൾ ചുംബിക്കുകയല്ല വേണ്ടത്, അത് ഛേദിച്ചു കളയുകയാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനത്തിലുള്ളത്. അതേ, തങ്ങന്മാരെ കൈ വെട്ടിക്കളയുകയാണ് വേണ്ടത് എന്നാണുള്ളത്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അവരുടെ സഞ്ചിയിൽ സക്കാത്ത് നിറയണമെങ്കിൽ ഇപ്പോൾ തങ്ങന്മാരിങ്ങനെ അതിന് പ്രചരണം നടത്തണം എന്ന, അവരെ ബർക്കത്ത് കിട്ടണം എന്ന ചിന്തയിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തങ്ങന്മാർക്ക് ബഹുമാനം കൽപ്പിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു അത് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയാണ്, അത് പുണ്യകർമ്മമാണെന്ന് വിശ്വസിക്കുന്നു. പുത്തൻവാദികൾ അത് ശിർക്കാണെന്നും അത് അവർക്ക് ഇബാദത്താണെന്നും വിശ്വസിക്കുന്നു. നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ നമ്മൾ ഒരു കല്ലിനെ പോയി ചുംബിക്കാറുണ്ട്. ആ കല്ലിനെ ചുംബിക്കൽ മാത്രമല്ല, ചിലപ്പോൾ അതിന്റെ മേലെ കഴിയുമെങ്കിൽ തലവെക്കാറുമുണ്ട്. ആ കല്ല് വലിയ ആദരവ് നമ്മൾ നൽകാറുണ്ട്. ആ കല്ലിന്റെ പേരാണ് ഹജറുൽ അസ്വദ്. ആ ഹജറുൽ അസ്വദിനെ ചുംബിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് ഇബാദത്താണ്, ആരാധനയാണ് എന്ന് നമ്മൾ കരുതുന്നില്ല. അത് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയാണ് എന്നാണ് നാം കരുതുന്നത്. ഇതുപോലെ പള്ളിയെ നമ്മൾ ബഹുമാനിക്കാറുണ്ട്, കഅബ ശരീഫിനെ നമ്മൾ വലിയ ബഹുമാനം കൽപ്പിക്കാറുണ്ട്. അതൊന്നും ആരാധനയല്ല എന്ന കാര്യം ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നതല്ല ആരാധന, മറിച്ച് അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട്, അതേ അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു തആല. അവന് ഇബാദത്തുകൾ നിർവഹിക്കുക എന്ന് നമ്മുടെ കടപ്പാടാണ്.
വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്തിന് വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നിനെയും പടച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഇബാദത്തുകളിൽ വളരെ പുണ്യമുള്ളതാണല്ലോ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ. അതേപോലെ തന്നെ ധർമ്മം ചെയ്യുന്നതും ഖുർആൻ ഓതുന്നതും സലാത്ത് ചൊല്ലുന്നതുമൊക്കെ, മഹാന്മാരുടെ മദ്ഹുകൾ പറയുന്നതും പാടുന്നതുമൊക്കെ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഇബാദത്തുകൾ അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയതും പുണ്യമാക്കിയതും ഉണ്ടല്ലോ. ആ ഇബാദത്തുകൾ നിർവഹിക്കുന്നവരാണ് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുന്നവർ.